ചിത്ലാനിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ യാത്ര ചേർത്തലയ്ക്കടുത്ത് പൂച്ചാക്കൽ ഉളയപ്പിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പൂച്ചാക്കൽ ഉളയപ്പിലേക്കുള്ള യാത്രയാണ്. അതിമനോഹരമായ കാഴ്ചകളിലൂടെ നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് കടക്കാം. കലേശ്വരൻ്റെ വീടിൻ്റെ ഏകദേശം അവിടെ എത്താറായിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പൂച്ചാക്കൽ ഉളയപ്പിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വള്ളത്തിൽ ഈ വാരി എടുക്കുന്നത് എന്താ പറയുക, കക്കായാണ്. കായലാൽ ചുറ്റപ്പെട്ട ഒരു പ്രകൃതി മനോഹരമായ ഗ്രാമത്തിലൂടെയാണ് ഞാൻ ഈ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് ആ കാണുന്ന ഈ വരമ്പിലൂടെ കുറേ ദൂരം നടക്കണം കലേശ്വരൻ്റെ വീട്ടിലേക്ക്. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തെ ഏകദേശം വൈകുന്നേരമാകും. കാരണം അതേപോലെ ദൂരമുണ്ട്, കാണാൻ ഒരുപാട് നല്ല നല്ല കാഴ്ചകളുമുണ്ട്. പിന്നെ ചെമ്മീൻ കെട്ടുണ്ട്, പിന്നെ ഒരുപാട് പടങ്ങളും ഫോട്ടോഷൂട്ടുകളും വർക്കുകളൊക്കെ നടക്കണം. നമുക്കും നമ്മുടെ വർക്കുകളൊക്കെ ഇവിടെ വന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ദൂരം കൂടുതലാണ്. കലേശ്വരനെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഈ വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് ഞാൻ എത്തുന്നത്. വായ്ക്കുഴിയിലെ സിനിമ എന്ന ആ സിനിമയിലൂടെയാണ് കലേശ്വരനെ പരിചയപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും ഇപ്പോഴാണ് കലേശ്വരത്തിൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നത്. നല്ല ദൂരമുണ്ട് കേട്ടോ, ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട്. ഒരുപാട് പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് കാണാം. ഞാൻ അങ്ങ് ദൂരെ ഒരു കാറ് കിടക്കുന്നുണ്ട്, അവിടെ നിന്നാണ് നടന്നു വരുന്നത്. പിന്നെ അവിടെ ഒരു വീട് കാണില്ല, അവിടെയൊക്കെയാണ് പടത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്നത്. കടവുകളൊക്കെ ഉണ്ടോ, നല്ല നല്ല കടവുകൾ. പിന്നെ കുറേ തെങ്ങും തോപ്പ് ഉണ്ടോ. ഇപ്പോൾ അടിപൊളി സ്ഥലമല്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ തെരുവ് നായ കിടപ്പുണ്ട്, ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. തെരുവ് നായ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതിൻ്റെ നോട്ടം നമ്മളെയാണ്. പിന്നെ അങ്ങ് ദൂരെ കൂട്ടിയിട്ടേക്കുന്നത് കക്കായാണ്. ഇവിടെ കൂട്ടിയിട്ടേക്കുന്ന മൊത്തം കക്കയാണ്. കക്ക വാരിൻ്റെ പ്രത്യേകത ഇതുണ്ട്. പിന്നെ കക്ക വാരി വേവിച്ചെടുക്കുന്ന സ്ഥലമാണ് ഇവിടെ. കക്ക വാരി വേവിച്ചെടുക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ അരികളൊക്കെ പോരെ, എല്ലാം പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. കക്ക കിടക്കുന്നുണ്ടോ, കക്ക വാരി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഇതുപോലെ മനോഹരമായ സ്ഥലങ്ങളിലൂടെയല്ലേ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതൊക്കെ എന്തെങ്കിലും സീനുകൾ ഷൂട്ട് ചെയ്യാം. നല്ല മനോഹരമായ തീരങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നല്ല നല്ല വള്ളക്കടവുകളും കക്ക ഉണ്ടോ, ഇവിടെ എല്ലാം ഫുള്ള് കക്കയാണ്, കക്കയുടെ ഏരിയയാണ്. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം വൈകുന്നേരം. കാരണം അത്രയ്ക്കും മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഇവിടെ മൊത്തം. ഫുള്ള് കക്ക. ആ കക്ക എൻ്റെ വീട്ടിലിട്ടേക്കാണ്. അങ്ങ് ദൂരെ ഒരു വീട് കാണാം. ഈ കാടും വനങ്ങളും ഒക്കെ കഴിയണ്ട ദൂരെ. ദൂരെ ഒരു വീട് കാണാം, അവിടെയാണ്. ഞങ്ങൾ കാണാൻ പറ്റുമോ അറിയില്ല. അങ്ങ് ദൂരെ ഒരു കൊച്ചു വീട്, അങ്ങ് ദൂരെ ഉണ്ടോ ഒരു കൊച്ചു വീട്. അങ്ങ് അതാണ് കലേശ്വരത്തിൻ്റെ വീട്. രണ്ട് സൈഡും കായലാണ്. ആ വരമ്പത്ത് കൂടി വേണം നമുക്ക് യാത്ര ചെയ്യാൻ. കലേശ്വരത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വരിപ്പാതയാണ്. കുറേ ദൂരം ചെന്ന് കഴിയുമ്പോൾ നമ്മളണയ്ക്കും, വീണ്ടും നമ്മൾ യാത്ര തുടരും. എന്താ അടിപൊളി സ്ഥലമല്ലേ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് വന്ന് ഒരേ വർക്കും ഷൂട്ട് ചെയ്യാം. പക്ഷേ ദൂരം കൂടുതലാണെന്നുള്ളൂ. എന്താ അടിപൊളി. ഇവിടെയാണ് മൈബോസൊക്കെ ഷൂട്ട് ചെയ്തത്. ആ ലൊക്കേഷനിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കുറേ നടക്കാനുണ്ട്, അങ്ങ് വരെ പോകുന്നുണ്ട്. അങ്ങ് ദൂരെ
ഇതൊക്കെ നടന്നങ്ങ് കണ്ട് മനസ്സിലാകാതെ ഇവിടെയൊക്കെ ഞങ്ങൾ പടങ്ങൾ ഷൂട്ട് ചെയ്ത് എനിക്കും അതിലൊരു ചൂണ്ടക്കാരൻ എന്ന കഥാപാത്രം എനിക്കും കിട്ടിയിരുന്നു. അതിൽ അഭിനയിച്ച അച്ഛൻ വേഷം ചെയ്ത കലാകാരൻ്റെ ഫോട്ടോയാണ് ഈ ചുവരിൽ കാണുന്നത്. ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സമയമാവും. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ഈ കാട്ടിലൂടെ വേണം നമ്മൾ പോകാൻ. കണ്ട കൊച്ചു വഴിയാണ്. ഈ വഴിപ്പാതയിലൂടെ നടന്ന് അങ്ങ് പോകണം. എന്താ വലിയിരിക്കുന്നത് എന്താ പറയുക, കടിക്കുന്ന സാധനമാണ് ഇരിക്കുന്നത് ഉടുമ്പാണ്. ഒരുപാട് ഉടുമ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ കാട് മൊത്തം ഉടുമ്പാണ്. ദേഹത്തൊക്കെ അരിക്കായി ഷർട്ടിലൊക്കെ ഒന്ന് ഷർട്ട് മാറ്റിയിട്ട് നമുക്ക് കലേശ്വരൻ്റെ വീട്ടിലേക്ക് യാത്ര തുടരാം. ഹായ് കൂട്ടുകാരി, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂച്ചാക്കിലെ ഒളയപ്പം എന്ന സ്ഥലത്താണ്. ഇത് എൻ്റെ അടുത്ത ഫ്രണ്ടും എൻ്റെ കഴിഞ്ഞ പടങ്ങളിലെ ആദ്യത്തെ എൻ്റെ സിനിമയിലെ അച്ഛനായിട്ട് അഭിനയിച്ച കലേശ്വരൻ്റെ വീട്ടിലാണ്. ഒരുപാട് കഴിവുള്ള കലാകാരനാണ് പുള്ളി. ഓടക്കുഴലിൽ വായിക്കുകയും അതോടൊപ്പം തന്നെ ഒരുപാട് കവിതകൾ എഴുതുകയും ഒരുപാട് കലാരംഗത്ത് തന്നെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ഗായകന് അത്യാവശ്യം നല്ലൊരു പറഞ്ഞു തരാൻ പറ്റും. അതേപോലെ ഒരു നല്ല കലാകാരനാണ്. പുള്ളിയുടെ ഗ്രാമത്തിലാണ് ഞാൻ വന്നത്. ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ അപ്പം ഞാൻ ഇവിടെ അടുത്ത് വന്നാൽ പിന്നെ എൻ്റെ കഴിഞ്ഞ കൂട്ടത്തിൽ അച്ഛനായിട്ട് അഭിനയിച്ച എൻ്റെ അടുത്ത ചങ്കാണ്. അപ്പോൾ പുള്ളിയെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം ആ ഒരു കലാകാരൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അതോടൊപ്പം തന്നെ പുള്ളി ഒരു ഓടക്കുഴലിനകത്ത് ഈ ഗാനം ആലപിക്കും, അത് നമുക്ക് കാണാം. പിന്നെ ഈ ബുക്കുകൾ മൊത്തം പുള്ളിയുടെ കഥകളും കവിതകളും ഒക്കെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരുപാട് കവിതകൾ പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. മൊത്തം എഴുതി വെച്ചേക്കുന്ന കവിതകളാണ്. അപ്പം അങ്ങനെ ഈ കലാകാരനെ നിങ്ങൾക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ. അതേപോലെ തന്നെ കലേശ്വരൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പുള്ളി ചിത്രകല, ശില്പകല അങ്ങനെ ഒരുപാട്, പിന്നെ വീട്ടിൽ തന്നെ ഒരുപാട് ആർട്ട് വർക്കുകൾ വരച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയൊരു വീടാണ്. പിന്നെ 2 മക്കളുണ്ട്. എല്ലാവരും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. അത് നമുക്ക് വീടും ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ പ്രിയ കലാകാരൻ കലേശ്വരൻ്റെ വീട് ഇതാണ്. ഈ ഗ്രാമം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യാത്രയ്ക്ക് ഇഷ്ടപ്പെടും. ഒരുപാട് ടൂറിസ്റ്റിന് ആൾക്കാർ ഇവിടെ ലൊക്കേഷൻ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അതേപോലെ മനോഹരമായ നിറഞ്ഞ ഒരു ഗ്രാമമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച വാരിക്കുഴിയിലെ കൊലപാതകം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ്. പിന്നെ ഈ ഗ്രാമം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മനോഹരമായ നമുക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന, കൊതി തോന്നുന്ന, അതേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളാണ്. ഇവിടെ പ്രേക്ഷകർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എൻ്റെ ഗ്രാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ആൾക്കാരും തന്നെ, പല നാട്ടിലുള്ള ആൾക്കാർ തന്നെ ഇവിടെ വന്നിട്ട് വളരെ സന്തോഷത്തിലേക്ക് തിരിച്ചു വന്നിട്ട് നമ്മുടെ ബീച്ചുകൾ പോലെ നല്ല മനോഹരമായ സ്ഥലമാണ്. ഫാമിലിയായിട്ട് എല്ലാ സായന്തനങ്ങളിലും ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ സന്തോഷത്തിൽ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടുത്തെ സായാന്തനമാണെങ്കിലും കാറ്റാണെങ്കിലും എല്ലാം എന്താ പറയുന്നൊരു കാവ്യ ജീവിതം പോലെ വളരെ സുന്ദരമായ സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു അന്തരീക്ഷമാണ് ഒളവയിപ്പം എന്ന ഗ്രാമത്തിൻ്റെ ഏറ്റവും മുഖമുദ്രയായിട്ടുള്ളത്. 4 വശങ്ങളും പുഴകളും ചെറിയ ചെറിയ ദ്വീപുകൾ, കൈതപ്പുഴക്കായലിൻ്റെ ഒരു ശാഖ കൂടിയാണ്. നല്ല ഹൃദയത്തിന് കുളിർമയുണ്ടാക്കുന്ന ഒരു വിഷ്വലും സമീപനമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ ആണെങ്കിലും മറ്റുള്ള ഇതാണെങ്കിലും. എല്ലാവരും ഞങ്ങളുടെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി വന്ന് ആസ്വദിക്കണമെന്ന്. പിന്നെ ഒരുപാട് സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? ഏതൊക്കെ സിനിമകളിലൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ 2-3 സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടല്ലോ. ജയറാമേട്ടൻ്റെ മോൻ്റെ പടം. പിന്നെ എന്നാലും എൻ്റെ ഓർമ്മയിൽ ആദ്യം തുടങ്ങുന്ന പടം മറ്റേ 6 കള്ളന്മാരില്ലേ, നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവുന്നുണ്ട്. അന്ന് ഞാൻ ചെറുതാണ്. കേട്ടിട്ടുണ്ട്. ആ സിനിമയാണ് ആലിബാബയും 6 കള്ളനും എന്ന സിനിമയുണ്ട്. ആ സിനിമയാണ് ഇവിടെ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഇപ്പം മൈ ബോസ് പോപ്പുലറായിട്ടുള്ള ഒരുപാട് സിനിമകൾ ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ വാരിക്കുഴിയുടെ കല്യാണം. അത് നമ്മളീ അടുത്ത് പിന്നെ ജയറാമേട്ടൻ്റെ മോൻ്റെ അപ്പം ഇങ്ങോട്ട് നമുക്ക് കുറേ മറ്റേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഫോട്ടോഷൂട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തിരക്ക് കൊടുത്തിട്ട് ഗ്രാമമായി. ഒരു സെറ്റപ്പൊക്കെ ഒന്ന് മാറി. റിസോർട്ട് കാര്യങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇവിടെ
കുട്ടനാട് പോലെ തന്നെ വണ്ണം അങ്ങനെ ഇതായിട്ടൊക്കെ നല്ല രസമുണ്ട് സംഭവം. അപ്പം തന്നെ കണ്ടില്ലേ? വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ്, അന്ന് വന്നതിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങളായി. എന്തായാലും പിന്നെ കലാജീവിതത്തിൽ എന്തൊക്കെയാണ് പുതിയ പ്രവൃത്തികളൊക്കെ? അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് ഇതാകുന്നില്ല. ചിത്രകല അങ്ങനെ തുടങ്ങി, പിന്നെ അത് മ്യൂസിക്കായി, പിന്നെ കുറച്ച് ആൾക്കാരെ പഠിപ്പിക്കും. പഠിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോഴില്ല, നേരത്തെ തബലയുടെ പരിപാടിയൊക്കെ ഇപ്പോൾ ഉണ്ട്. ഇല്ല, എല്ലാം ഉണ്ടാക്കി. നമ്മുടെ ഗ്രാമം തന്നെ അങ്ങനത്തെയാണ്. എല്ലാവരും ഇപ്പോൾ നമ്മുടെ ഒരു മാത്രം പ്രത്യേകതയല്ല, എല്ലാ ആൾക്കാരും അങ്ങനെ എൻ്റെ ഫാമിലി എന്താ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് കുടുംബങ്ങളാണ്. അപ്പം ആ ഒരു ഇത് നമ്മളങ്ങനെ കൊണ്ടുനടക്കാം. പക്ഷേ ഒരു ജീവിതമാർഗ്ഗമായിട്ടും നമ്മളങ്ങനെ എടുത്തിട്ട് മെയിനായിട്ടുണ്ടായിരുന്നത് ആർട്ട് വർക്കാണ്. അങ്ങനെ പുറകെ പോയെങ്കിലും ഇപ്പോൾ നമ്മൾ സ്റ്റിൽ നമ്മുടെ ഈ ചെമ്മിക്കെട്ട് ഇതിൻ്റെ പരിപാടിയൊക്കെ പിന്നെ കൂടുതൽ എഴുത്ത്, അതാണ് മെയിനായിട്ട് ഇങ്ങനെ പോകുന്നത്. ഇനി മറ്റേ നേരത്തെ കൃഷ്ണൻ്റെ പാട്ടിൻ്റെ പറ്റില്ല, അത് 2 വരി ഒന്ന് വായിക്കാം. ഓടക്കുവിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അന്ന് 2 വരി. മറ്റേ തുളസിക്കഥ അല്ലേ? ഞാൻ വിചാരിച്ച മറ്റേ കാർമേഘ പറഞ്ഞ ഇതില്ലേ, അതറിയോ? എന്തെങ്കിലും ഇത് പാടില്ല. എന്താണ് ചോദിച്ചത്? ചുവരിൽ വരച്ചേക്കുന്ന ചിത്രങ്ങളിലെ ഏറ്റവും മുകളിൽ ഒരു പെൺകുച്ചിനെ വരച്ചേക്കുന്നില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളൊക്കെ ഈ ചിത്ര പഠന ആ സമയത്തൊക്കെ ഞങ്ങൾ പിന്നെ ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫ്രീ ഹാൻഡ് അങ്ങനെയൊക്കെയുള്ള പരിപാടി. ഇപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സംഭവം വേറെ. നമ്മളൊക്കെ പഠിച്ച് ആ ഒരു വർഷമൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കുള്ള നമ്മുടെ ഒരു റൈറ്റിംഗ് ആണ് ഇവരുടെ ഇതിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഇപ്പം ന്യൂ ജനറേഷൻ പിള്ളേരെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അവർക്ക് പെട്ടെന്ന് അവർക്ക് എല്ലാം ക്യാച്ച് ചെയ്യാൻ പറ്റും. മറ്റത് അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് ആളുകൾ പെൻസിൽ ഡ്രോയിങ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഷെയ്ഡ് ലൈറ്റ് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് പഠിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കൊരു സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഇന്നത്തെ പിള്ളേർ അങ്ങനെയല്ല, ശരിക്കും നേരിട്ട് തന്നെ ഒരു കാര്യം വെച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ പിള്ളേരാണെങ്കിലും അവരുടെ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അവന്മാർ മാത്രമല്ല, മിക്ക പിള്ളേരിലും ഞാനത് കാണുന്നുണ്ട്. അഡ്വാൻസ് ഭയങ്കരമാണ്. നമ്മുടെ ആ ഒരു കാലഘട്ടത്തിലുള്ള സംഭവങ്ങളല്ല ഇപ്പോൾ. എല്ലാം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാണാം. ശരി, സന്തോഷം.